അപ്പോൾ അതാ നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ പരിപ്പ് കുക്കറിൽ ഇരിക്കുവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ പരിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിൾ സംഭവമാണ് കേട്ടോ. നമ്മുടെ സദ്യയുടെ പോലെ ഉള്ള ഒരു ഇതല്ല. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് കുറുകി വരും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഒരു 2 പച്ചമുളക്, ഒരു കുറച്ച് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് പരിപ്പും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് നെയ്യ് ഒഴിക്കും. ഇത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. സിമ്പിൾ. അപ്പോൾ ഇനി പപ്പടം കൂടി വറുത്താൽ നമ്മുടെ ഉച്ചക്കത്തെ ഊണ് റെഡിയാണ്. അപ്പോൾ അത് ഇനിതാ ശങ്കരൻ ഒന്ന് റെഡിയായിട്ടൊക്കെ വന്നിട്ട് അവനെ വിട്ട് പപ്പടം മേടിപ്പിക്കണം. പപ്പടം മേടിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉച്ചക്കത്തെ പരിപാടി. അപ്പോൾ ഇനി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പം തന്നെ ഒരു 10:20 10:30 ആവാറായിട്ടോ. എനിക്ക് നല്ല രീതിയിൽ ക്ഷീണമുണ്ട്. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഇനിയൊരു 2:30-3 മണിയാകുമ്പോൾ എഴുന്നേക്കും. പിന്നെ 1 മണിക്കൂർ കൊണ്ടിട്ട് ചടപ്പടയെന്നും പറഞ്ഞ് ഒരു ധൃതി പണിയാണ് കേട്ടോ. കാരണം രാത്രിത്തേക്ക് ഗോതമ്പിൻ്റെ എന്തെങ്കിലും പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ കറി ഉണ്ടാക്കാൻ നേരം ഉണ്ടെങ്കിൽ കറി എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പഴം മേടിക്കും. പുട്ടിന് പഴം ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ.